ജനങ്ങൾക്കിടയിൽ ഇത്രയ്ക്കും ഇമ്പാക്റ്റ് ഉള്ള സിനിമകൾ ഉണ്ടാക്കിയിട്ടും സിനിമാ ഇൻഡസ്ട്രിയിൽ അവസരങ്ങൾ ലഭിക്കാതെ പോയ സംവിധായകർ. തേർഡ് പ്ലേസിൽ ജിജോ പുന്നൂസ്. 1962 മുതൽ ആക്ടറായും അസിസ്റ്റന്റ് ഡയറക്ടറായും ഇൻഡസ്ട്രിയിലുള്ള അദ്ദേഹം 1982 തന്റെ ആദ്യ സംവിധാനമായ പടയോട്ടം ചെയ്യുന്നു. അക്കാലത്തെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ നിർമ്മിച്ച സിനിമ ബോക്സ് ഓഫീസിൽ വലിയ വിജയം കരസ്ഥമാക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രം ഇന്ത്യൻ സിനിമാ ലോകം തന്നെ തിരിഞ്ഞു നോക്കിയ ചിത്രമായി മാറി. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 3D ചലച്ചിത്രം മൈ ഡിയർ കുട്ടിച്ചാത്തൻ. സിനിമ എല്ലാം കൊണ്ടും ബോക്സ് ഓഫീസിൽ വലിയ വിജയം കരസ്ഥമാക്കി. എന്നാൽ ജിജോ പുന്നൂസിനെ പിന്നെ സിനിമാ ഇൻഡസ്ട്രിയിൽ കണ്ടിട്ടില്ല. പിന്നീട് തിരിച്ചു വന്നത് വർഷങ്ങൾക്കിപ്പുറം 2024 ബറോസ് എന്ന സിനിമയ്ക്ക് സ്ക്രീൻ പ്ലേ ചെയ്തുകൊണ്ട്. സെക്കൻഡ് പ്ലേസിൽ രാംകുമാർ. ഒരൊറ്റ സിനിമയുടെ മൊത്തം സിനിമാ ലോകത്തെയും ഞെട്ടിച്ച മനുഷ്യൻ. ത്രില്ലർ സിനിമകളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരേ ഒരു സിനിമ രാക്ഷസൻ. എന്നാൽ പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് സിനിമയിൽ അവസരങ്ങൾ ലഭിക്കാതെ പോയി. ഫസ്റ്റ് പ്ലേസിൽ രാജീവ് അഞ്ചൽ. 1989 മുതൽ സിനിമാ ഇൻഡസ്ട്രിയിൽ സജീവമായിട്ടുള്ള രാജീവ് അഞ്ചൽ ഒത്തിരി സിനിമകൾ സംവിധാനവും ചെയ്തിട്ടുണ്ട്. എന്നാൽ 1997 രാജീവ് അഞ്ചലിന്റെ സംവിധാനത്തിൽ വന്ന ഗുരു എന്ന സിനിമ ഇപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു വലിയ വിസ്മയമാണ്. 1997 ഓസ്കാർ നോമിനേഷനിൽ വരെ എത്തിയ ഗുരു മലയാള സിനിമയുടെ മായാവിസ്മയം. ഇതുപോലൊരു സിനിമ പിന്നീട് മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ പിന്നീട് അങ്ങോട്ട് രാജീവ് അഞ്ചലിന് മലയാള സിനിമയിൽ അവസരങ്ങൾ പാടെ കുറഞ്ഞു.